എല്ലാവർക്കും നമസ്കാരം. ദേവകൃഷ്ണയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന പുണ്യത്തിൻ്റെ ദിനരാത്രങ്ങളാണ് നവരാത്രി. ഇത് വെറുമൊരു ആചാരമല്ല, അറിവിനെയും കഴിവിനെയും നമ്മൾ ആരാധനയോടെ സമീപിക്കുന്ന ഒരു മഹത്തായ വേളയാണ്. അക്ഷരരൂപിണിയായ സരസ്വതി ദേവിയെ നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്ന പുസ്തക പൂജ ഹൈന്ദവർക്ക് മാത്രമല്ല, അറിവിനെ വിലമതിക്കുന്ന ഏതൊരാൾക്കും ഏറ്റെടുക്കാവുന്ന ഒന്നാണ്. ഓരോ നാട്ടിലും ഇതിന് അതിൻ്റെതായ രീതികളുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആർക്കും പിന്തുടരാൻ കഴിയുന്ന എന്നാൽ അങ്ങേയറ്റം ഫലപ്രദമായ ഒരു പൂജാവിധിയെക്കുറിച്ചാണ്. അതിനു മുമ്പായി എങ്ങനെ പൂജ വെച്ചാൽ വിദ്യാഗുണം പൂർണ്ണമായി ലഭിക്കാം, എങ്ങനെ ദേവിയുടെ ചൈതന്യം നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ പ്രകാശിപ്പിക്കാം, ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. ഈ നവരാത്രി നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു അനുഭവമാക്കി നമുക്ക് മാറ്റാം. വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾക്ക് ഹൈന്ദവ ആചാരങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും ഈ അറിവുകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്കൊരു പ്രചോദനമാകും. അപ്പോൾ കാര്യങ്ങളിലേക്ക് കടക്കാം. എന്താണ് നവരാത്രിയുടെ യഥാർത്ഥ ശക്തി? ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നീ 3 ദിവ്യശക്തികൾ ഒരുമിക്കുന്ന സമയമാണിത്. ഈ ദിവസങ്ങളിൽ പ്രപഞ്ചമാകെ ഒരു പോസിറ്റീവ് എനർജിയുടെ പ്രഭാവം ഉണ്ടാകും. പൂജകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നമ്മൾ ചെയ്യുന്നത് ആ അനുകൂല ഊർജ്ജത്തെ പൂർണ്ണമായി നമ്മളിലേക്ക് ആവാഹിക്കുകയാണ്. നമ്മളിലെ നെഗറ്റീവ് ചിന്തകളെ, തടസ്സങ്ങളെയും ഇല്ലാതാക്കുകയുമാണ്. ചിലർക്കൊക്കെ എല്ലാ വ്രതങ്ങളും ചിട്ടയോടെ എടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. സാരമില്ല, പക്ഷേ അമ്മേ നാരായണ എന്ന പൂർണ്ണ മനസ്സോടെ വിളിക്കാൻ നമുക്ക് ആരുടെയും അനുവാദം വേണ്ടല്ലോ. ഒരൊറ്റ വിളി മതി, ദേവി നിങ്ങളോടൊപ്പം ഉണ്ടാകും. അറിവ് നേടുക എന്നതൊരു വലിയ പ്രക്രിയയാണ്. ആ അറിവ് കൊണ്ട് ജീവിതത്തിൽ പ്രയോജനമുണ്ടാകുമ്പോഴാണ് അതിനെ വിദ്യാഗുണം എന്ന് പറയുന്നത്. ആ വിദ്യാഗുണം നേടാനാണ് നമ്മൾ ഭഗവതിയെ, വിദ്യ സരസ്വതിയെ കണ്ട് പൂജിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് പൂജ വെക്കേണ്ടത്? 2025 പൂജവെപ്പ് സന്ധ്യയ്ക്ക് ശേഷമാണ് അനുഷ്ഠിക്കേണ്ടത്. വീട്ടിൽ ചെയ്യുമ്പോൾ ദീപം തെളിച്ചതിന് ശേഷം ഏകദേശം 6:30 കഴിഞ്ഞുള്ള സമയമാണ് ഉത്തമം. പൂജ വെക്കുന്ന ദിവസം മാംസാദികൾ ഒഴിവാക്കുന്നത് ശരീരത്തിനും മനസ്സിനും നല്ലതാണ്. പൂജാമുറിയോ അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലമോ നന്നായി തുടച്ച് വൃത്തിയാക്കണം. ഒരു നിലവിളക്ക് കൊളുത്തി അതിന് മുന്നിലായി സരസ്വതി, ദുർഗ, ഗണപതി എന്നിവരുടെ ചിത്രങ്ങൾ വെക്കുക. ചിത്രങ്ങളില്ലെങ്കിൽ സാരമില്ല, വിളക്ക് തന്നെ ദേവീ സങ്കല്പമാണ്. കുറച്ച് പൂക്കൾ കയ്യിലെടുത്ത് പ്രാർത്ഥനയോടെ ഓരോ ചിത്രത്തിലും മുന്നിൽ സമർപ്പിക്കുക. ഒരു പീഠത്തിലോ വൃത്തിയുള്ള മേശയിലോ ഒരു പട്ടുതുണി വിരിച്ച് അതിൽ നിങ്ങളുടെ പഠന പുസ്തകങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ട ഡയറികൾ എന്നിവ വയ്ക്കുക. അതിനു മുകളിലായി രാമായണം, ഭഗവത്ഗീത പോലുള്ള മഹാഗ്രന്ഥങ്ങൾ വയ്ക്കുക. ഒരുപാട് പുസ്തകങ്ങൾ വെച്ച് വലിയൊരു കൂമ്പാരം ഉണ്ടാക്കേണ്ടതില്ല. നിലവിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ടത് വെച്ചാൽ മതി. പുസ്തകങ്ങൾക്കൊപ്പം നിങ്ങളുടെ പേന, പെൻസിൽ എന്നിവയും വെക്കണം. കാലം മാറിയതിനനുസരിച്ച് ലാപ്ടോപ്പും ടാബ്ലറ്റും എല്ലാം നമ്മളുടെ അറിവിൻ്റെ ഉപകരണങ്ങളാണ്. അവയും ധൈര്യമായി പൂജയിൽ ഉൾപ്പെടുത്താം. ഒരുക്കിയ പുസ്തകങ്ങൾക്ക് മുകളിലായി 3 ചെറിയ ഇലകളിലോ പാത്രങ്ങളിലോ ആയി കുങ്കുമം, മഞ്ഞൾ, ഭസ്മം എന്നിവ വയ്ക്കുക. ശേഷം മറ്റൊരു ശുദ്ധമായ വസ്ത്രം കൊണ്ട് ഇവയെല്ലാം മൂടാം. വിളക്ക് കെടാവിളക്കായി 3 ദിവസം സൂക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ അത്യുത്തമം. അതിന് സാധിക്കാത്തവർ വിഷമിക്കേണ്ട. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും അല്പസമയം വിളക്ക് തെളിയിച്ച് നന്നായി പ്രാർത്ഥിച്ചാലും മതി. ദുർഗാഷ്ടമി, മഹാനവമി ദിവസങ്ങളിൽ ഈ പൂജയ്ക്ക് മുന്നിലിരുന്ന് ഓം വിദ്യാ സരസ്വതിയെ നമ എന്ന് ജപിക്കുക. നിങ്ങൾക്കറിയാവുന്ന ദേവീ സ്തോത്രങ്ങളും ചൊല്ലാവുന്നതാണ്. പൂജ എടുക്കേണ്ട വിധം: വിജയദശമി ദിവസം രാവിലെ ഉദയസൂര്യൻ്റെ കിരണങ്ങൾ ഭൂമിയെ തൊടുന്ന പുണ്യമുഹൂർത്തത്തിൽ ഏകദേശം 7:30 മുമ്പായി പൂജ എടുക്കണം. കുളിച്ച് ശുദ്ധിയായി വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക. പുസ്തകങ്ങൾക്ക് മുകളിൽ വെച്ച പ്രസാദം, കുങ്കുമം, ഭസ്മം തൊട്ടതിന് ശേഷം ആദ്യം മഹാഗ്രന്ഥം എടുത്ത് കുറച്ച് ഭാഗം ഭക്തിയോടെ വായിക്കുക. അതിനുശേഷം നിങ്ങളുടെ പാഠപുസ്തകങ്ങൾ ഓരോന്നായി എടുത്ത് വായിക്കുക, എഴുതുക, സംഗീതം അഭ്യസിക്കുക. കുട്ടികൾ കീർത്തനം ആലപിക്കുന്നത്, നൃത്തം പഠിക്കുന്നവർ ചിലങ്ക കെട്ടിയാടുന്നത് ദേവിക്ക് നൽകുന്ന ഏറ്റവും വലിയ പൂജയാണ്. ഇവിടെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും പിന്തുടരാവുന്ന ലളിതമായ രീതിയാണ്. ഇതിനപ്പുറം നിങ്ങളുടെ കുടുംബത്തിലോ നാട്ടിലും പിന്തുടരുന്ന ആചാരങ്ങളുണ്ട്. അത് തന്നെ പിന്തുടരുക, അതിലൊരു തെറ്റുമില്ല. ഏറ്റവും പ്രധാനം നമ്മളുടെ വിശ്വാസവും സമർപ്പണവുമാണ്. ഈ 3 ദിവസങ്ങളിൽ വ്രതം എടുക്കാൻ സാധിക്കുമെങ്കിൽ നല്ലത്. അതിന് നിർബന്ധമൊന്നുമില്ല. ഈ നവരാത്രി ദിനങ്ങളിൽ അറിവിൻ്റെ ലോകത്തേക്ക് പിച്ച വെക്കുന്ന എല്ലാ കുരുന്നുകൾക്കും എൻ്റെ മംഗളാശംസകൾ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.